അള്ളാഹുവിന്റെ കലാം ഒന്ന് വൃത്തിയോടെ സൂക്ഷിച്ചു എന്നൊരു പരിഗണന കൊണ്ടെങ്കിലും ആഖിറത്തിൽ രക്ഷപ്പെട്ടാലോ. അതേ സമയത്തൊരു ഖുർആൻ കരിക്കണമെങ്കിൽ ഒരു പേജ് ഇങ്ങനെ മറിക്കുമ്പോ അത്രയും പഴക്കം കൊണ്ടത് പൊടിപൊടിഞ്ഞ് വീഴുന്നുണ്ട്, ഉപയോഗിക്കാൻ ഇത് പറ്റൂല. ഓരോ പേജ് മറിക്കുമ്പോഴും പൊടിപൊടിയായി വീഴുകയാണ്, അത്രയും പഴക്കമുണ്ട് ആ പേജിന്. എന്നാലതൊന്ന് കരിക്കാം, കരിച്ച് തന്നെ പൊടിയാക്കിയിട്ട് നേർക്ക് നേരെ ഭക്ഷിക്കാൻ പറ്റൂല, അതിന്റെ ബഹുമാനമാണ്. ഒരു ഹർഫ് അങ്ങനെ തന്നെ നജസിലേക്ക് പോകാൻ പാടില്ല, ഒന്ന് പൊടിക്കണം, പൊടിച്ചിട്ട് ഭക്ഷിക്കാം, വെള്ളത്തിലിട്ട് കുടിക്കാം, ശുദ്ധവെള്ളം ഒഴുകുന്നിടത്ത് ഒഴുക്കി വിടാം, ജനങ്ങൾ നടക്കുന്നിടത്ത് ചവിട്ടി വിടാൻ പറ്റൂല. വീട്ടിലുള്ള പഴയ മുസഫൊക്കെ എടുത്ത് നാളെ കത്തിക്കാനല്ല പറഞ്ഞത്, കാത് കൂർപ്പിച്ച് കേൾക്കണം. ഒരു പേജ് ഇങ്ങനെ മറിക്കുമ്പോ, പേജായിട്ടുള്ള മുസഫ് ഒരു പേജ് ഇങ്ങനെ മറിക്കുമ്പോ ആ മറിക്കുന്ന പേജ് പൊട്ടി ഒടിഞ്ഞു വീഴുകയാണ്, അത്രയും പഴക്കൊണ്ട് അതിന്. ഒരേള മുസഫൊക്കെ അങ്ങനെ ഒടിഞ്ഞു വീണ്ട ഇല്ല. ഒരേള മുസഫിന് പേജ് കുറെ കുറഞ്ഞിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇങ്ങനെ ഓതാൻ പോയിട്ട് ആ കുട്ടി ഇങ്ങനെ അബോധാവസ്ഥയിലോ അല്ലെങ്കിൽ കുട്ടി കച്ചറ ഓടിയിട്ടൊക്കെ പറിച്ചതാ. പറിക്കാൻ പാടില്ലട്ടോ. ഒരൊറ്റ ഖുർആന്റെ പേജും പറിക്കരുത്. 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഒരു ജുസിന്റെ മുസാഫില്ലേ, 3ാം ക്ലാസ്സിലെ കുട്ടിക്ക് മുസാഫില്ലേ, അത് ഭംഗിയായി സൂക്ഷിക്കണം. അപ്പോഴേ നിങ്ങളെ ഇൽമു വർദ്ധിക്കോളും. അതിന്റെ ചട്ട പോലും പോകരുത്, ചട്ട പോലും നൂല് പോലും പറഞ്ഞു പോകരുത്. അത്രയും വൃത്തിയായി സൂക്ഷിക്കണം. ആ ഖുർആൻ ഒരിക്കലും മൂരക്കെട്ടിന്റെ തായോട്ട് പിടിക്കരുത്, മേലോട്ട് പൊക്കി പിടിക്കണം. ഇതാ അങ്ങനെയാണ് ഖുർആനൊക്കെ ഉള്ള പുസ്തകങ്ങൾ കൊണ്ടുകൊണ്ട് ഇങ്ങനെയാണ്. നിങ്ങളെ കൈ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കുഴഞ്ഞോ, എന്നാ ഒരു കുഴമ്പിട്ട് തേച്ചാൽ മതി, അത് വേദന മാറാം, എന്നാലും കുഴപ്പമില്ല. അള്ളാന്റെ ഖുർആൻ അങ്ങനെ പിടിച്ചു പോയിട്ട് ഒരു കൈയും കുഴയൂല. അതിന് മാത്രമുള്ള ചാക്കൊന്നല്ല ലേറ്റി പോകുന്നത്. നിങ്ങളെ ബാക്കിൽ മൂട്ടിലും വെച്ച് കൊണ്ടാളല്ല ഖുർആന്, മുകളിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ടാണ്. കുറെ ബാഗ് ഉണ്ട്, ആ ബാഗാണ് മൂട്ടില്. എന്നിട്ട് അതിലാണ് ഖുർആനും അഖ്ലാഖും തജ്വീദും തസ്കിയയും ഒക്കെ ബാക്കിലാണ്. എത്ര വൃത്തികേട് എന്താ ഉള്ളത്. ദീനിയായ ഇൽമു പഠിക്കുന്ന ഒന്നും പിറകു വശത്ത് ഒരു ബാഗിലാക്കിയിട്ട് നമ്മുടെ ബാക്ക് വശത്ത് ഇങ്ങനെ കൊണ്ടുപോകേണ്ട ഒന്നല്ല. അത് നെഞ്ചിന്റെ ഭാഗത്തേക്ക് ചേർത്തി പിടിക്കണം ബഹുമാനത്തോടുകൂടെ. ഈ തരം ബാഗുകളൊക്കെ വന്ന് വലിയ മര്യാദക്കേടാണ്, ബഹുമാനക്കേടാണ്. നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും അങ്ങനല്ല, ഒരു കവറിലാക്കി ഇങ്ങനെ ചുറ്റി പിടിച്ചു കൊണ്ടുപോകും. അങ്ങനെയാണ്. അന്ന് ഭയങ്കര ബഹുമാനമായിരുന്നു അതിന്, അതിനനുസരിച്ചുള്ള ഈമാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു ബാഗിന് തൂക്കാണ്, മുസാഫ് ഒക്കെ ദാ പിൻഭാഗത്ത്. നഊദു ബില്ലാഹ്, ഇത്ര വലിയ ബഹുമാനക്കേട് എന്താ ഉള്ളത്. മുൻഭാഗത്താണെങ്കിൽ ഇവന്റെ കാലും തട്ടിയിട്ടാണ് ആ മുസാഫ് ഇങ്ങനെ മുന്നോട്ടും ഇങ്ങോട്ടും ആണത്. ഇവ നടക്കുന്നതിനനുസരിച്ച് ബാഗ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുക. അങ്ങനെ തട്ടിപ്പിടിക്കാനുള്ള അല്ലത് ഖുർആൻ.